ഹലോ. അപ്പൊ ഞാൻ എക്സ്പോക്ക് പോയപ്പോ വാങ്ങിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ക്യൂറിംഗ് ലൈറ്റ്. ഒരു സ്ലീവ്സിന്റെ ഒരു പാക്കറ്റ് ഉണ്ട്. ഇത് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളത്, ഐ പ്രൊട്ടക്ഷന്. ബ്ലൂ കളറിലുള്ളതാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് അതിന്റെ ബേസ് വരും. ഇങ്ങനെയാണ് ലൈറ്റ് വരിക. ഇതിന്റെ ടിപ്സിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പിന്നെയും കുറച്ച് ടിപ്സ് ഉണ്ട്. ലൈറ്റ് ഫോക്കസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്, പല സൈസിലുള്ളതൊക്കെ ആയിട്ട്. ഇപ്പം നോർമൽ നമ്മൾ ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ലൈറ്റ് ഉണ്ടാവുക. അപ്പം അത് കുറച്ചും കൂടെ പോയിന്റഡ് ആയിട്ട് വരാനായിട്ടൊക്കെ ആയിട്ട് ഇതുപോലെ ഇതിന് ഓരോ ടിപ്സ് നമുക്കിങ്ങനെ മാറ്റാവുന്നുണ്ട്. ഓരോ ഡയറക്ഷനിലൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, അതുപോലെ കളർ കോഡഡ് ആയിട്ടും നമുക്ക് ലൈറ്റ് അധികം നമുക്ക് കണ്ണിനൊന്നും ഇത് വരാതിരിക്കാനായിട്ടുള്ള ടൈപ്പ് ഉണ്ട്. അങ്ങനെ കുറച്ച് ഡിഫറെൻറ്റ് യൂസിനുള്ള ടിപ്സൊക്കെ ഉണ്ട് ഇതിൻ്റെ കൂടെ. ഇതാണ് എനിക്ക് മെയിനായിട്ട് ആവശ്യമുള്ള ഒരു എക്യുപ്മെൻ്റ് എൻ്റെ. അപ്പം ഇതൊരു നല്ലൊരു പർച്ചേസ് ആയിരുന്നു. കോട്ടൺ റോൾസ്, ഐസൊലേഷന് വേണ്ടിയിട്ടുള്ള റോൾസ് വാങ്ങിച്ചിട്ടുണ്ട്, ജെൻസ് മേടിച്ചിട്ടുണ്ട്, കോമ്പോസിറ്റ് ബോണ്ടിങ് ഏജൻറ്റ്. ഇത് എച്ചിൻ്റെ ആണ്. ഡിസ്പോസിബിൾ മൗത്ത് മിറർ ആണ്. നല്ല ഭംഗിയൊക്കെ കാണാനായിട്ട്. ഒരു പിങ്ക് ആണ്. ബിബ്സ് ആവശ്യമുണ്ട്. പിന്നെ ഇങ്ങനത്തെ ട്രെയിൻസ് കുറച്ച് മേടിച്ചിട്ടുണ്ട്. ട്വീസേഴ്സ്, ഇതൊക്കെ ഞാൻ GDC മേടിച്ചത്. കുറച്ച് എക്സ്പ്ലോറർ. ഇത് ഒരു ഇലക്ട്രിക് ടീത്ത് ക്ലീനർ ആണ്. നല്ലൊരു പർച്ചേസ് ആണ്. നമുക്ക് സ്കെയിലിംഗ് ഒക്കെ നമുക്ക് തന്നെ വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പം എനിക്കിത് കണ്ടപ്പോൾ ട്രൈ ചെയ്യണം എന്നിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. നമ്മളൊക്കെ ഡെന്റൽ ക്ലീനിങ് ഒക്കെ അവിടെ പോയിട്ടല്ലേ ക്ലീൻ ചെയ്യുക. ഇതിപ്പോൾ സെൽഫായിട്ടും കൂടെ നമുക്ക് സ്കെയിലർ നല്ലൊരു പർച്ചേസ് ആണ്. ഇത് നിങ്ങൾക്കും വാങ്ങിക്കാൻ പറ്റും. ഇത് ഡാപ്പൻ ഡിഷ് ആണ്. നമ്മൾ സൊല്യൂഷൻസ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഒരു രസമല്ലേ ഇതൊക്കെ പോയി വാങ്ങിക്കുന്നത്, അതുകൊണ്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഓക്കെ, ബൈ.